ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരു അമ്പലം വിസിറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഓ ഇതൊക്കെ ഒരു കണ്ടന്റ് ആണോ? പക്ഷെ അതൊരു കണ്ടന്റ് ആണ്. അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ ശുഷ്കാന്തിയാണെന്ന് നിങ്ങൾ വിചാരിക്കും ഞാൻ വലിയ ഭക്തനാണെന്ന്. ആക്ച്വലി ഞാൻ ഒരു എത്തിസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ ക്യാമറമാൻ ഞാനായത് കൊണ്ടും പിന്നെ 2 ചായയും പടി അമല് ഓഫർ ചെയ്തത് കൊണ്ടും ആണ് ഈ കൊട്ടേഷൻ ഏറ്റെടുത്തത്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയത് അമ്പലത്തിന്റെ പ്രത്യേകതയാണ്. വാ പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന അമ്പലത്തിന്റെ പേര് കൊച്ചു ഗുരുവായൂരാണ്. പേര് പോലെ തന്നെ ഒരു കൊച്ചു ഗുരുവായൂർ തന്നെയാണ് ഇത്. ബഹ്റിൻ പോലുള്ള ഒരു ഗൾഫ് കൺട്രിയിൽ ഇങ്ങനെ ഒരു അമ്പലം അതൊരു സംഭവം തന്നെയല്ല. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് അമ്പലം എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ് ഉള്ളതും ഒരു ബാക്ക് സപ്പോർട്ട് കിട്ടുന്നതായ ഒരു ഇടമാണല്ലോ. അപ്പം ബഹ്റിൻ പ്രവാസികൾക്കായിരിക്കെങ്കിൽ ഈ അമ്പലം വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാം. എന്തൊക്കെയോ കണ്ടന്റിന് വേണ്ടി ക്യാമറ ഓണാക്കി പുറത്തോട്ട് നിൽക്കുന്ന ക്യാമറമാൻ. അങ്ങനെ കാഴ്ച നമ്മൾ അമ്പലത്തിലെത്തി. അമ്പലത്തിൽ നിന്ന് അവിടെ ഇങ്ങനെ കയറാൻ വേണ്ടി പോവാണ്. கதித்த மனத்தில் உறுத்தி பதத்தை எனக்கு அளித்து மகிழ்த்தவா ஒரு தனி സിനിമ സ്റ്റൈൽ മുണ്ട് കണക്ക് താത്തിയിട്ടിട്ട് പോണ അമ്പലാടാ கொடுத்து முகிழ்த்தவா கதறி மனமுருகனா அழைக்கவோ இதர மாதருடன் நீ கழிக்கவோ கதறி மனமுருகனா அழைக்கவோ இதர മാതരുடன் നീ കളിക്ക. അകത്തേക്ക് കയറുന്ന സമയത്ത് അവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അകത്തേക്ക് ഫോൺ കയറ്റാൻ പറ്റില്ല, മീൻസ് മെയിൻ അമ്പലത്തിലേക്ക്. അപ്പോൾ അതിന്റെ പുറത്തുനിന്ന് നമ്മളിങ്ങനെ പിന്നെയും കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ പുറത്തിറങ്ങി. നെക്സ്റ്റ് പരിപാടി എന്താന്ന് വെച്ചപ്പോ ആസ് യൂഷ്വൽ ഫുഡ് അടി തന്നെ. ഞാൻ ഓർഡറൊക്കെ കൊടുത്ത് 2 ചായ കുടിച്ച് അങ്ങനെ ഇരിക്കുക. ആ പൂരിയും മസാല ദോശയൊക്കെ കിട്ടുമായിരുന്നു. അല്ല, കഴിച്ചവരെ ഇതേ ഇമ്പാക്റ്റിലാണ് പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായി നിങ്ങൾക്ക് വന്നാൽ ഞാൻ എന്താ കഴിക്കാത്തത്? ഞാൻ ഓൾറെഡി രാവിലെ ഒരു കുട്ടി പുട്ട് കയറ്റിയിട്ടാണ് വന്നത്. ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു വടയും കൂടി ഞാൻ കയറ്റിയിട്ടുണ്ട്. എന്തായാലും ഫുഡ് സെറ്റപ്പ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ പുറത്ത് വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ വണ്ടി വന്ന് നമ്മളിതാ തിരിച്ച് ക്യാമ്പിലേക്ക് തന്നെ പോവാണ്.